ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാം. അപ്പം ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു വ്ളോഗായിരിക്കും. ചേച്ചീൻ്റെ അവിടെ പോകുന്ന ഒരു വ്ളോഗാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ചേച്ചീൻ്റെ അവിടെ പോകും. എന്നിട്ട് ഹസ്ബൻഡ് എന്നെ വിട്ടിട്ട് വരും, ഞാൻ ചേച്ചീൻ്റെ അവിടെ ഇരിക്കും. ഈവനിങ് വരെ തന്നെ ആയിരിക്കും. വീട്ടിൽ നിന്ന് എവിടെ വെള്ളലൂരാണ് വീട് കേട്ടോ. അതുവരെ പോവുകയാണ് ഗൈസ്. ഇനി അവിടെ പോയിട്ട് കാണിച്ചാൽ ഇനി മേക്കപ്പ് ചെയ്യാനുണ്ട്, ചെയ്തിട്ട് വന്നിട്ട് ഇനി പോകണം കാണിച്ചാൽ ഗൈസ്. അപ്പം നമ്മൾ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് വീഡിയോ എടുക്കണം എന്നൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരി വന്നിട്ട് വീട്ടിൽ പോയി റെസ്റ്റൊക്കെ ഇരിക്കുകയായിരുന്നു. നമുക്ക് നല്ല ക്ഷീണം വയ്യായിരുന്നു, ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ ഇങ്ങനെ അവിടെ പോകാനൊരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. ശരി വേണ്ടി ഞങ്ങൾ വീട്ടിലൊക്കെ പോയി കുറേ നേരം ഇരുന്ന് പിന്നെയാണ് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു ഉച്ചയാകുമ്പോൾ പ്ലാൻ ചെയ്തായിരുന്നു. ബട്ടർഫ്ലൈ ഇവിടെ തന്നെ അടുത്താണ് വെള്ളറിൽ. ഞാൻ ഈ വീഡിയോയിൽ ഒരിക്കൽ ബട്ടർഫ്ലൈനെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി വേണ്ട അങ്ങനെ പോവുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ചേച്ചിയും ഫസ്റ്റ് ടൈം, ചേച്ചി മാമൻ കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈം തന്നെയാണ് പോകുന്നത്. അവിടെ പോകുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ആ ഫ്രണ്ടേജ് തന്നെ ബട്ടർഫ്ലൈ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും പിള്ളേരൊക്കെ ആയത് പോയത് വരെ നല്ല രസമുണ്ടായിരുന്നു. അത്ര നമുക്ക് കളിക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഒന്നും അല്ല, നമുക്ക് ബട്ടർഫ്ലൈ കാണാനുള്ളൊരു കുറേ ബട്ടർഫ്ലൈ ഒക്കെ കാണാൻ പറ്റും. വിധം എത്രയോ ഒരു 14-15 ബട്ടർഫ്ലൈ എന്തോ ഉണ്ട് ഒന്ന്. അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഉള്ളിലോട്ട് പോയി. ഫസ്റ്റ് മാമനും കുട്ടികളൊക്കെ കൂടി ഫസ്റ്റ് പോയി. ഞാൻ ചേച്ചി അതിൻ്റെ പുറകോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി വണ്ടി പാർക്ക് ചെയ്തിട്ട് വരികയായിരുന്നു. ഞാൻ ചേച്ചിനെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കന്നെ ഇപ്പുറത്തെ സൈഡ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കുറച്ച് ഇവിടെ എങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നു പഴയ കാലത്ത് ആ ഒരു ഇതൊക്കെയാണ് ഒന്നുകൂടെ പറഞ്ഞു തരുന്നത്. എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. ഞാൻ അധികം വീഡിയോ അതിൻ്റെ ഫ്രണ്ടിൽ പോയി എടുത്തപ്പോൾ അവിടെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ പുല്ലൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ ചവിട്ടാൻ പാടില്ല. പിന്നെ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് കുറേ അവർ അതിനെക്കുറിച്ചുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണ് ഇവിടുത്തെ അതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം നോക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ പോയി. പിള്ളേരൊക്കെ ഫസ്റ്റ് ഓടി, ഞങ്ങൾ എത്തണ മുമ്പ് തന്നെ അവർ പോയി കഴിഞ്ഞു. ഈ കുളം ഉള്ളത് കാരണമാണ് ഈ ബട്ടർഫ്ലൈ ഉള്ളതെന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പോയതായിരുന്നു. എന്നാൽ ഇവിടെ ഡെയിലി അലൗഡ് ഉണ്ട്. എന്നാൽ സ്കൂൾ പിള്ളേർക്ക് അങ്ങനെയൊക്കെ മാത്രം ഡെയിലി അലൗഡ്. സൺഡേ ഒരു ദിവസം മാത്രം തന്നെ പുറത്തുനിന്ന് വിസിറ്റ് ചെയ്യാനുള്ളൊരു മാത്രമേ ഉള്ളൂ. അപ്പോൾ മോർണിംഗ് തൊട്ട് ഈവനിങ് 4-5 മണി വരെ തന്നെ ഉള്ളൂ. 4 മണി വരെ ഉള്ളത് തോന്നുന്നു, 4 മണി വരെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പോകാൻ തന്നെ 3:30 ആയ സമയം. അപ്പോൾ ആ സൈഡ് ഞങ്ങൾ താഴെ കാണുന്നുണ്ടോ ഈ റോഡ് പോലത്തെ, അവിടേക്ക് മോർണിംഗ് മാത്രം തന്നെ അലൗഡ്. പിന്നെ ചെറിയ ചെറിയ പിള്ളേരൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അലൗഡ് ചിലപ്പോൾ ഉണ്ടാവില്ല. അവർ പൂക്കൾ നശിപ്പിക്കുകയും പിന്നെ ബട്ടർഫ്ലൈനെ ഒന്നും തൊടാനൊന്നും പാടില്ലല്ലോ. ചെറിയ ചെറിയ കുഞ്ഞു കുട്ടികൾക്കൊന്നും അത് അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ സംഭവം വന്നിട്ട് ഈ ബട്ടർഫ്ലൈ എങ്ങനെയാണ് വരുന്നത് ഒരു ചിത്രമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നല്ല അടിപൊളി, ഈ തമിഴ്നാട്ടിൽ എത്ര ഫേമസ് ആയ സ്ഥലങ്ങൾ ഏതൊക്കെ ഉണ്ടോ അതിൻ്റെ പിക്ചേഴ്സും അതിനെക്കുറിച്ചുള്ളത് എല്ലാ ഡീറ്റെയിൽസായി അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഒന്നാമത് തമിഴായിരുന്നു, കുറേ തമിഴും കുറേ ഇംഗ്ലീഷും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിള്ളേരൊക്കെ ഉള്ളത് കാരണം പിള്ളേരുടെ കൂടെ പോകണമെങ്കിൽ പിള്ളേരുടെ കൂടെ തന്നെ പോകണ്ടേ, അത് കാരണമാണ്. പിന്നെ കുറേ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചുള്ളതെല്ലാം എന്തെല്ലാം എങ്ങനെയൊക്കെ ആണോ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാ വീഡിയോ എടുത്ത് പിന്നെ അങ്ങനെ പിള്ളേരെ തേടി ഇങ്ങനെ പോവുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. പോയി അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനായി ഒരു നോളേജ് വരാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഗാർഡനാണ് ഫുള്ളായിട്ട്. ഗാർഡനിൽ പിന്നെ കുറേ ബട്ടർഫ്ലൈൻ്റെ കുറിച്ചുള്ള പിക്ചേഴ്സ്, കൂടുതലിവിടെ ബട്ടർഫ്ലൈ ഉണ്ടാവും, എല്ലാം ബട്ടർഫ്ലൈ മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയ ചെറിയ നമ്മൾ മുയൽ, തത്ത അങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ പിക്ചേഴ്സൊക്കെ ഒരു തൂണുകളിലായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, എനിക്ക് മനസ്സിലായില്ല. കുറേ ഫ്യൂച്ചേഴ്സ് അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ബട്ടർഫ്ലൈ എന്തൊക്കെയാണുള്ളത്
അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അവർ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഞങ്ങൾ എങ്ങനെ ഞാൻ ചേച്ചീൻ്റെ അടുത്ത് പറയും എന്നെ കൂടെ കുറച്ച് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ദൂരം നടക്കുക, ചേച്ചീനെ വീഡിയോ എടുക്കുക എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ ചെടികളൊക്കെ കണ്ടോ ഗൈസ്, അപ്പോൾ നിറയെ ചെടികളും നല്ല രസമുണ്ടായിരുന്നു. ഈവനിങ് വാക്ക് ചെയ്യാനുള്ളൊരു പ്ലേസ് എന്നും പറയാം. സൂപ്പറാണ്. അന്ന് ഈവനിങ് സമയം അധികം ക്ലോസ്ഡ് ആയിരിക്കും. എന്താ പറഞ്ഞാൽ ബട്ടർഫ്ലൈസൊക്കെ വെയിലത്തല്ലേ വരുള്ളൂ. ഈവനിങ് സമയം വെയിൽ പോയി കഴിഞ്ഞാൽ അത് വരില്ല. അപ്പോൾ കൂടുതലും മോർണിംഗ് സമയത്താണ് ഇതിനെ കൂടുതൽ കാണാനും പറ്റാറുള്ളത്. ഗൈസ്, ഇത് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു വെച്ചാൽ വെള്ളലൂരാണ് സംഭവം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എന്തോ സാധനമാണ്, എന്തോ ഒരു വാഴ എന്നാണ് തോന്നുന്നത്. വാഴൻ്റെ ഇല പോലെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കണ്ടപ്പോൾ വീഡിയോ എടുത്തു എന്നുള്ളത്. എന്താണെന്ന് എനിക്കറിയില്ല. വാഴൻ്റെ ഒരു സംഭവം പോലെ ഉണ്ടായിരുന്നു, ചെറിയ കുഞ്ഞു വാഴ. അപ്പോൾ ഇത് ഞങ്ങൾ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ റിട്ടേൺ അവിടെ നിന്ന് നടക്കുമ്പോഴായിരുന്നു ഒരു സംഭവം ഉണ്ട്. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ബട്ടർഫ്ലൈ പോലത്തെ ഒരു കുളം പോലെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ശ്രദ്ധിച്ചതായിരുന്നു. അപ്പോൾ അത് ആ ബട്ടർഫ്ലൈയുടെ കുളം വന്നിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ നമ്മൾ നോക്കുകയായിരുന്നു. ഇവിടെയൊക്കെ ആണെങ്കിൽ മോർണിംഗ് സമയത്ത് അലൗഡ്, പിന്നെ ഈ മോർണിംഗ് സമയത്ത് അലൗഡാണ്. എന്നാൽ പഠിക്കാൻ വരുന്ന എഡ്യൂക്കേഷനായ കുട്ടികൾക്ക് മാത്രമാണ് തോന്നുന്നത് അലൗഡ്. പിന്നെ അവിടെയൊക്കെ കുറേ ബട്ടർഫ്ലൈസൊക്കെ നിൽക്കണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സൂം ചെയ്ത് എടുക്കായിരുന്നു. അപ്പം എൻ്റെ മാമൻ കളിയാക്കായിരുന്നു, നീ ഇപ്പോഴേ ഇങ്ങനെ സൂം ചെയ്ത് അതിൻ്റെ അടുത്ത് പോയാണ് അതിൻ്റെ വായിക്കൊണ്ട് വെച്ചിട്ടുണ്ടായില്ലേ ക്യാമറ, അത് കാരണമാണ് അവിടെ അലൗഡ് ഇല്ലാത്തത് എന്നിട്ട്. നല്ല രസമുണ്ടായിരുന്നു. മാമനും ചേച്ചിയും എല്ലാവരും കൂടിയാണ് പോയത്. പിന്നെ ഞങ്ങൾ കഴിയാറായി, ഈവനിങ് ആയി. നല്ല അവരൊക്കെ കുറേ പേരൊന്നും ഇല്ല. പിന്നെ ബട്ടർഫ്ലൈ അവിടെ ഒരു വലിയൊരു ബട്ടർഫ്ലൈ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ പോയി ഞങ്ങൾ കുറേ വീഡിയോ എടുത്തായിരുന്നു, ഫോട്ടോ എടുത്തായിരുന്നു, റീൽസ് ഇടാലോ പോയിട്ട് അങ്ങനെ കുറേ പിക്ചേഴ്സ് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അത് കാണാൻ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ടർഫ്ലൈ കാണുമ്പോൾ തന്നെ ഒരു റിയലിസ്റ്റിക് പോലെയുണ്ട്. എന്നാൽ അത് പിക്ചേഴ്സാണ്, എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, അങ്ങനെ വീഡിയോസ് എടുത്തു. പിന്നെ അവർ പറഞ്ഞു സമയം കഴിഞ്ഞു പോവാൻ. അപ്പോൾ നമ്മളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു ഗൈസ്. അപ്പോൾ ഇവിടെ അലൗഡായി 6 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി தெரியுது. இனி ஒரு வாட்டி அவங்க இந்த வீடியோ பார்த்து தெரியும். கேக்கா சொல்லிக்கோ ஹாய். ഞങ്ങള് എല്ലാം കഴിഞ്ഞിട്ട് കൂടെയാണ് പോകേണ്ടത്. ഇപ്പൊ ടാറ്റ കേട്ടില്ല. ഇവിടെ ഈ ഗൈസ്, അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെള്ളലൂരാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് എൻ്റെ വല്യമ്മൻ്റെ വീട്ടിലേക്കാണ്. ശരി, എല്ലാവരും കൂടി അടുത്ത് തന്നെയാണ്. ഈ ചേച്ചിൻ്റെ വീട് ഇപ്പുറത്ത്, ഏട്ടൻ്റെ വീട് അപ്പുറത്ത്, അങ്ങനെ രണ്ടുപേരുടെ വീട് കുറച്ച് ദൂരം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും പോയി കണ്ടിട്ട് വരാമല്ലോ പറഞ്ഞിട്ട് അവിടെ ഒരു കുട്ടിയുണ്ട്, ഏട്ടൻ്റെ മകനുണ്ടായിരുന്നു. അപ്പോൾ ശരി പറഞ്ഞിട്ട് അവനെയും കണ്ട് സംസാരിച്ച് കളിച്ചിട്ട് വരാമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ പോയതായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ഈ വീട് കാണിച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാ കുട്ടി ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.